കുൽസിതകുമാരി എന്താ വരാൻ ലേറ്റ് ആയേ? അത് ലേറ്റ് ആയതല്ല, ഞാൻ നേരത്തെ എന്നിട്ട് ഇറങ്ങി ജംഗ്ഷനിൽ വന്നപ്പോ ഒരു ബസ് വന്ന് എന്റെ ഫ്രണ്ട് നിന്നു. ബസ് ഒന്ന് കാരണം അല്ല, കയറാൻ പറ്റില്ല. എന്താ? അപ്പം വാതിന്റെ അവിടെ നിന്ന് കിളി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ. എന്റെ ദൈവം, എത്ര വയസ്സ്? ആ വയസ്സ് 41. അതെ, 14 14 അല്ല. എന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണോ. അയ്യോ, അത്ര നാണം വേണ്ട, ഇരിക്കും അങ്ങോട്ട്, ഇത് ക്ലാസ് ആണ്. അത് കാര്യം എന്താണെന്നറിയാമോ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അതിനാണ് ഇത്ര നാണം. താമസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 11 പിള്ളേരെയൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡി ആക്കണ്ടേ, അതുകൊണ്ട്. വിവാഹം കഴിക്കാണ്ട് 11 പിള്ളേരോ? അല്ലെന്ന്, ഞാനാണ് മൂത്തത്. എന്റെ അച്ഛനും അമ്മയ്ക്കും 12 മക്കളാണ്. ഏറ്റവും മൂത്തത് ഞാൻ. ഇതിനെയൊക്കെ നോക്കി വളർത്തണ്ടേ. അവസാനത്തെ കുഞ്ഞ് ജനിച്ചപ്പോ അച്ഛൻ അങ്ങ് മരിച്ചു. അങ്ങനെ മരിക്കാതിരിക്കും. സാർ, ഇതെന്തോ ഇത്? സലൂകുമാർ ചേട്ടി അങ്ങോട്ടിരിക്കും, നീങ്ങിരിക്കും. എന്റെ ദൈവമേ, നമ്മള് ക്ലാസ് തുടങ്ങുമ്പോ ഒരു ഈശ്വര പ്രാർത്ഥന വേണം, വേണ്ടേ? ലതാകുമാരി ഒരു ഈശ്വര പ്രാർത്ഥന. ഞാൻ പാടാം സാറേ. എന്നാ വേണ്ട, ചക്രു ചൊല്ലും. ഇറച്ചിക്കട്ടെ കൈ കൂടാ. ദിവാകരന്റെ ഒരു കൈ എവിടെ? തോട്ടി പിടിക്കണ്ടേ? തോട്ടി എവിടെ വെക്ക്? അഖിലാണ്ട മണ്ഡലനണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദൻ ദീപം കൊളുത്തി. ആനന്ദനോ? ആനന്ദൻ എന്ത് ദീപം കൊളുത്തിക്കൂടെ? ആനന്ദം കൊളുത്തിയ കത്തൂലി. എന്തൊരാവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയെങ്കിലാണ് ഒരു ഒപ്പിച്ചോണ്ട് വരണത്. ഏത് മണ്ഡലത്തിന്റെ കാര്യം പറയുന്നത്? മണ്ഡലം ഞാൻ ഈ ക്ലാസ് കഴിയിട്ട് നീ വെളിയിലോട്ട് വരണം, അപ്പൊ പറഞ്ഞു തരാം നിനക്ക്. ഈശ്വര പ്രാർത്ഥന വേണ്ട. എന്താണ് തോട്ടി കൊണ്ട് കയറിയില്ലേ? തോട്ടി എവിടെയെങ്കിലും കൊണ്ട് വെക്കടോ. എന്റെ അവിടെ അതെ, ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. എന്നൊന്നും ക്ലാസ് എടുക്കാൻ സമ്മതിക്കോ? ഒരു ഗുരു അല്ലേ ഞാൻ? ഈ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അത് പണ്ട് ടീച്ചർ, ഇപ്പൊ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. അതെ, നമ്മൾ ഈ പഠിക്കാൻ വരുമ്പോ ഒരു ലക്ഷ്യബോധം വേണം എല്ലാവർക്കും, കേട്ടോ? എനിക്കൊരു ലക്ഷ്യമുണ്ട്. കണ്ടോ, അജിക്ക് ലക്ഷ്യമുണ്ട്. പറ, എന്താ അജി? എന്റെ കൂടെ ഈ പണിയാൻ വരുന്നതെല്ലാം ബംഗാളികളാണ്. അപ്പൊ അവരോട് പിടിച്ചിക്കണോ ഹിന്ദി പഠിക്കണം. എനിക്ക് ലക്ഷ്യം ഹിന്ദി പഠിക്കണമെന്നാ. കണ്ടോ, അതൊരു നല്ല കാര്യല്ലേ? പുള്ളിക്ക് ലക്ഷ്യമുണ്ട്, പക്ഷെ ബോധമില്ല. എനിക്ക് ലക്ഷ്യമുണ്ട് കേട്ടോ. എന്താണ് ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അല്ല, എനിക്ക് 10ാം ക്ലാസ് ജയിച്ചിട്ട് ആനപ്പാപ്പാനായിട്ട് ദേവസ്വം ബോർഡിൽ കയറണം. ദിവാകരന്റെ ലക്ഷ്യം ഈ ക്ലാസ്സിൽ വേണ്ട, കേട്ടാ? അതെ, വേറൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാ സഹായത്തിനും ഞാനിവിടെ ഉണ്ടാവും. എപ്പോ വേണമെങ്കിലും എന്ത് സഹായത്തിനും എന്നെ സമീപിക്കാം, കേട്ടാ? ഇങ്ങനെയാണ് ഒരു 15,000 രൂപ കടം തരുമോ? ഒരു പോത്തിന്റെ കുട്ടിയെ വാങ്ങിക്കാനാ. കാശിനല്ല, ഈ പഠിത്തത്തിന്റെ എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കാം എന്നാണ് പറഞ്ഞത്. നമുക്ക് ക്ലാസ് തുടങ്ങാം, കേട്ടോ? ഇത്രയും നേരം ലേറ്റ് ആയി. എന്താ അവിടെ സലൂകുമാർ ചേട്ടി? ഞാൻ തോക്കിയെടുത്ത് വെളിയിൽ കളയാം, കേട്ടോ? കാലറിയാതെ അങ്ങോട്ട് പോയി. ആ കാല് അടുത്ത് വെച്ചിരുന്നാ മതി. എന്തോ പഠിപ്പിക്കാൻ വന്നേ. നിങ്ങളുടെ കുഴപ്പം എന്താണെന്നറിയോ? പണ്ട് പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. പണ്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ പഠിക്കാത്തതിന്റെ, അല്ലേ? എനിക്കുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. വിദ്യാഭ്യാസം ചെയ്യാത്തതിൽ എനിക്ക് ഏറ്റവും വിഷമമുണ്ട്. ചക്രു പഠിക്കാത്തതിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താ കാരണം? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 13ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിടാ, ഇറച്ചിക്കട്ടെ സത്യമായിട്ട്. എന്നിട്ട് 25ാമത്തെ വയസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജാക്കാട് ഭയങ്കര കാടാണ് അവിടെ ഞാൻ ജോലിക്ക് പോയി. അറിയാവോ, രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞായിട്ട് വന്നപ്പോ ഉണ്ടല്ലേ, എന്റെ ആരെയും ഒരു ഒറ്റ പിടുത്തം. പാമ്പല്ല, പിന്നെ ഒറ്റ കൊമ്പൻ. സത്യമായിട്ട് എന്നെ പിടിച്ചു ഒറ്റ കുടച്ചില് എടുത്തെറിഞ്ഞത് രാജാക്കാട് അമ്മിണിയുടെ വീട്ടില്. 2 വർഷം അവിടെ താമസിച്ചു. 3 പിള്ളേരും. അല്ല, ഈ 2 വർഷം കൊണ്ട് 3 പിള്ളേർ എങ്ങനെയായി? ഒരെണ്ണം ഓഫറായിരുന്നു. അതെ, ഈ അമ്മിണി ഇപ്പൊ അവിടെ ഉണ്ടോ? അമ്മിണി അവിടെ ഉണ്ട്, രാജാക്കാടും അവിടെ ഉണ്ട്. പക്ഷെ ആന കുടച്ചില് നിർത്തി. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. കുൽസലകുമാർ തന്നെ നല്ലത്. വേണ്ട, കഥ വേണ്ട. നമ്മൾ പറഞ്ഞു വേണ്ട, വേണ്ട. നമ്മൾ മലയാളത്തിൽ ആദ്യം എന്താ പഠിക്കുക? അമ്മ. എന്താ? അമ്മ. അമ്മ. അപ്പൊ അമ്മയെ കുറിച്ച് ഒരു 5 വാക്യം പറഞ്ഞേ. ഞാൻ പറയാം. അല്ല, വേണ്ട, ലതാകുമാരിക്ക് അറിയാന്ന് എനിക്കറിയാം. ഇതിൽ ആരാ മിടുക്കൻ നോക്കട്ടെ. എനിക്ക് അമ്മയെ കുറിച്ച് 5 വാക്ക് മിടുക്കൻ പറഞ്ഞേ. ഞാൻ പറയാം. മിടുക്കൻ കണ്ടോ? പറ 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 പറ. അമ്മ. 5 വാക്ക്. എന്റെ അമ്മയായിരുന്നു എന്റെ അമ്മ. എന്റെ അച്ഛന്റെ ഭാര്യയായിരുന്നു എന്റെ അമ്മ. എന്റെ അച്ഛന്റെ അമ്മയുടെ മരുമകളായിരുന്നു എന്റെ അമ്മ. എന്റെ അമ്മയുടെ ചേച്ചിയുടെ അനിയത്തിയായിരുന്നു എന്റെ അമ്മ. എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് എന്റെ വീട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പോരാ ടീച്ചർ, അച്ഛനെ പറ്റി വല്ല? മതി മതി മതി. അയ്യോ, എനിക്ക് നല്ല വിവരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മലയാളം വേണ്ട നമുക്ക്. അടുത്ത വിഷയം സോഷ്യൽ. സാറേ, എനിക്ക് സോഷ്യൽ ഭയങ്കര ഇഷ്ടമാണ് സാറേ. വെപ്പുവല്ലോ ഇളകി താഴെ വീഴും. അങ്ങനൊന്നും കാണിക്കല്ലേ.